ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്ന സലീമിൻ്റെ ചാനലിലുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കാണിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്ന ഉണ്ടെങ്കിൽ ആശുപത്രി കിടക്കുകയാണ്, അവശ നിലയിലാണ്, എന്തും സംഭവിക്കാന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം ആൾക്കാർ എന്തുവെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വീഡിയോ തന്നെ കാര്യം പറയുന്നുണ്ട്. ഇത് കണക്ക് കൊയിലാണ്ടി വെച്ച് ഏതൊരു നേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ശേഷം ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പ്രശ്നമായ കാരണം ആ ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ മാറിയാണ് എടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഗതിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാലൊക്കെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ തെണുത്ത് അതോടെ തന്നെ ഭയങ്കരമായിട്ട് വിയർക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം കൊണ്ട് ഒരുപാട് പേര് വന്നിട്ട് ഇത് അഭിനയമാണ്, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇതിനകത്തുള്ള അഭിനയമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ട് ഈ രംഗത്ത് വരുന്നുണ്ട്. അതേ സമയത്ത് ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇത് കണക്കുണ്ടെങ്കിൽ എന്ത് പറ്റി ഒരു ഹെൽത്തൊക്കെ നല്ലോണം നോക്കണേ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം എന്തായിരുന്നാലും ശരി, കുറച്ച് നാൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റിനെ ഏത് വീഡിയോ ഇട്ടാലും ആൾക്കാർ വന്ന് ഭയങ്കരമായിട്ടുള്ള തെറിവിളിയും കാര്യങ്ങളുമാണ്. കാരണം പല ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതേ കണക്കത്തുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായുള്ള കമൻസാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതിന് ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് നമുക്ക് ആശുപത്രി കിടക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സ്വർണ്ണമായി മാലയൊക്കെ ഇട്ടായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം കൊണ്ട് ആൾക്കാർ ഇതെന്തോ വല്ല ജ്വല്ലറിയുടെ പരസ്യമാണോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നാലും എന്തോ പ്രശ്നമുണ്ട്, അതിന് മാറാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ആശുപത്രി കിടക്കുകയാണ്. പക്ഷേ ഒരുപാട് പേരുണ്ട് ഇത് എനിക്ക് നെഗറ്റീവായുള്ള കമൻസ് ഇട്ടുകൊണ്ടാണ് ഇത് ഇരിക്കുന്നത്. അതിനെന്തായാലും മറുപടിയോ കാര്യങ്ങളൊന്നും ഇതുവരെ ജസ്റ്റിനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള സംസാരമാണ് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്.